ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 2019-20 സാമ്പത്തിക വർഷത്തിലെ 4ാമത്തെ ക്വാർട്ടറിലെ TDS ആണ്. അപ്പോൾ നമുക്ക് വേണ്ട ഫയലുകൾ പെട്ടെന്ന് ലഭിക്കുന്നതിനും പെട്ടെന്ന് മനസ്സിലാകുന്നതിനും വേണ്ടി, ഫയലുകൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി ഞാൻ ഡെസ്ക്ടോപ്പിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാൻ TDS ഫോർത്ത് ക്വാർട്ടർ 19-20 എന്ന് പേര് കൊടുത്തു, പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇനി അത് തുറന്ന് അതിനകത്ത് നമുക്ക് 3 മാസത്തെ വിവരങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് അതിനകത്ത് ഞാൻ 3 പുതിയ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇതിന് നമ്മൾ ഈ ക്വാർട്ടറിൽ വരുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇങ്ങനെ 3 മാസങ്ങളാണ്. ആദ്യത്തെ ഫോൾഡറിന് ഞാൻ ജനുവരി എന്ന് പേര് കൊടുത്തു. ഫെബ്രുവരി, മാർച്ച്. ഇവിടെ ജനുവരി എന്ന് പറയുന്നത് ജനുവരി മാസത്തെ ബില്ലല്ല, ജനുവരി മാസത്തിൽ എൻകാഷ് ചെയ്യുന്ന ബില്ലുകളുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്നതിന്. 2019 ഡിസംബറിലെ ശമ്പളമാണ് ജനുവരിയിൽ എൻകാഷ് ചെയ്യുന്നത്. അതുപോലെ ജനുവരിയിൽ ഇത് ഫെബ്രുവരിയിലും, ഫെബ്രുവരിയിൽ ഇത് മാർച്ചിലുമാണ്. ആ 3 ഫയലുകളും പ്രത്യേകം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 ഫോൾഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്പാർക്കിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, സ്പാർക്കിൽ ലോഗിൻ ചെയ്തതിന് ശേഷം സാലറി മാറ്റേഴ്സിൽ, ബിൽസ് ആൻഡ് ഷെഡ്യൂൾസിൽ മന്ത്ലി സാലറി, പേ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് എന്ന ഓപ്ഷൻ എടുത്ത് നമ്മുടെ ആദ്യത്തെ മാസം എന്ന് പറയുന്നത് 2019 ഡിസംബറാണ്. അപ്പോൾ ഇയർ 2019 എന്ന് മാറ്റുക. എന്നിട്ട് ഡിസംബർ മാസം സെലക്ട് ചെയ്യുക. ഓക്കെ, ഡിസംബർ മാസത്തിൽ 2 ബില്ലാണുള്ളത്, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലും ഒരു ഗസറ്റഡ് ബില്ലും. നമുക്ക് ആദ്യം ഗസറ്റഡ് ബില്ല് സെലക്ട് ചെയ്യാം. ഇത് നമ്മുടെ ബില്ലിന്റെ ഷെഡ്യൂളുകളാണ്. ഈ ഷെഡ്യൂളുകളിൽ ഇൻകം ടാക്സ് എന്നൊരു ഷെഡ്യൂൾ കാണാനുണ്ട്. അതിന്റെ അർത്ഥം ഈ ബില്ലിൽ ഇൻകം ടാക്സ് പിടിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് ആ ബില്ലിനെ അവിടെ നിന്ന് കട്ട് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ ചെയ്തതിന് ശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫോൾഡർ ഓപ്പൺ ചെയ്ത് ജനുവരി 2019 ഡിസംബറിലെ സാലറി എൻകാഷ് ചെയ്യുന്നത് 2020 ജനുവരിയിലാണ്. അതുകൊണ്ട് ആ ഫോൾഡറിൽ അത് പേസ്റ്റ് ചെയ്യുകയും ഉടനെ തന്നെ അതിന്റെ പേര് നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒന്ന് മാറ്റുക. അപ്പോ ഞാൻ ഇതിനെ ടാക്സ് STO ഡിസംബർ എന്ന് സേവ് ചെയ്തു, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി. ഈ ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട ഇന്നർ ബില്ല് കൂടി ഡൗൺലോഡ് ചെയ്യുക. സേവ് ചെയ്തു. കട്ട് ചെയ്തു. അത് അതേ ഫോൾഡർ, ജനുവരിയുടെ ഫോൾഡറിനെ പേസ്റ്റ് ചെയ്യുക. അതിന് ഞാൻ ബിൽ STO ഡിസംബർ എന്ന് സേവ് ചെയ്തു. അപ്പോൾ ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട 2 ഫയലുകളായി. ഇനി വീണ്ടും സ്പാർക്കിൽ പോയി 2ാമത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് സെലക്ട് ചെയ്തു. അതിനകത്തും ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. ഇതിന് പകരം ഓപ്പൺ വിത്ത് അടിച്ച് ഫയലിൽ സേവ് ആസ് എടുത്താലും മതി. ഞാനിവിടെ ഫയൽ ഓപ്പൺ ചെയ്യാത്തത് വ്യക്തി വിവരങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ട എന്ന് കരുതിയാണ്.
ഇതിനെ നമ്മൾ ഇതേ ജനുവരി ഫോൾഡറിനകത്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇതിന് ടാക്സ് ESB ഡിസംബർ എന്ന് പേര് കൊടുത്തു. ഇനി വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്നർ ബില്ലും ഡൗൺലോഡ് ചെയ്യുക. ബിൽ ESB ഡിസംബർ. ഓക്കെ, അപ്പൊ ഈ ജനുവരി എന്നുള്ള ഫോൾഡറിൽ ഇപ്പോ 4 ഫയലുകളായി. 2 ബില്ലിന്റെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റും അതിന്റെ ഇന്നർ ബില്ലും. അപ്പൊ പ്രത്യേകം പേരുകൾ കൊടുത്ത് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും 2020 ജനുവരി മാസത്തെ ബില്ല് നോക്കുക. ഓക്കെ, ജനുവരി മാസത്തിലും 2 ബില്ലാണ്. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ്, ഇന്നർ ബില്ല്, അത് രണ്ടും ഇനി സേവ് ചെയ്യേണ്ടത് ഫെബ്രുവരി എന്നുള്ള ഫോൾഡറിലാണ്. കാരണം ജനുവരിയിലെ ബില്ല് എൻകാഷ് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. അപ്പൊ ഫെബ്രുവരി എന്നുള്ള ഫോൾഡറിലും ഇതേപോലെ 4 ഫയലുകൾ കാണാം. അതിനുശേഷം ഫെബ്രുവരി മാസത്തിലെ ബില്ല് എടുക്കുക. ഫെബ്രുവരി മാസത്തില് 3 ബില്ലുകൾ കാണുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കാവുന്നതാണ്. കാരണം ആരെങ്കിലും ബില്ല് എടുക്കാൻ വൈകി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സെപ്പറേറ്റ് ബില്ല് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാം. ഈ അവസ്ഥ വരികയാണെങ്കിൽ കൂടുതൽ ബില്ലുകൾ കാണാവുന്നതാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ആ ബില്ലുകളുടെ കൂട്ടത്തിൽ ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ മാത്രം ആ ബില്ലുകൾ സേവ് ചെയ്താൽ മതി. അപ്പോൾ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ ആദ്യത്തെ ബില്ല് ഓപ്പൺ ചെയ്തു. ഇവിടെ ഇൻകം ടാക്സ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ STOക്ക് തന്നെ 2 ബില്ലുള്ളത് കൊണ്ട് നമ്മൾ സേവ് ചെയ്യുമ്പോൾ STO1, STO2 എന്ന് സെപ്പറേറ്റ് സേവ് ചെയ്താൽ പ്രത്യേകിച്ച് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാവുന്ന. ഓക്കെ, ഇങ്ങനെ ഈ 3 മാസവും എൻകാഷ് ചെയ്ത ബില്ലുകൾ അതാത് ഫോൾഡറിലേക്ക് സേവ് ചെയ്ത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള പേരുകൾ കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി, ബിൻ വ്യൂ ഡീറ്റെയിൽസ് പരിശോധിക്കുക. അപ്പോൾ ഇത് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബിൻ വ്യൂ ഡീറ്റെയിൽസ് പരിശോധിക്കുന്നതിന് NSTLന്റെ വെബ്സൈറ്റിലാണ് പോകേണ്ടത്. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് alrayman.com എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ അതില് ഗോ ടു ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് എന്നൊരു ലിങ്ക് ഉണ്ട്. അതിൽ ബിൻ വ്യൂ എന്ന ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും എളുപ്പം അതാണ്. മാത്രമല്ല ഇനി വേണമെങ്കിൽ ഈ വെബ്സൈറ്റിൽ പ്രവേശിക്കുന്നതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ടാൻ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. നാച്ചർ ഓഫ് പേയ്മെന്റ് എന്നുള്ളിടത്ത് TDS സാലറി ഫോം 24Q എന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് അക്കൗണ്ട്സ് ഓഫീസ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, എയിൻ നമ്പർ എന്നറിയപ്പെടുന്ന ഒരു നമ്പർ ഉണ്ട്. അത് ജില്ലാ ട്രഷറികൾക്കുള്ള ഒരു നമ്പറാണ്, അവരുടെ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. അത് ഓരോ ജില്ലാ ട്രഷറിക്കും ഓരോന്നായിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ മലപ്പുറത്തെ ജില്ലാ ട്രഷറിയാണ് ചെയ്യുന്നത്. അതിന്റെ എയിൻ നമ്പർ ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്, ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലാ ട്രഷറികളുടെ എയിൻ നമ്പർ അടങ്ങുന്ന ഒരു PDF ഫയലാക്കി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ
കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എയിൻ നമ്പർ വന്നു. ഇനി നമ്മൾ മന്ത് ഓഫ് ഫോം 24G എന്ന് പറയുന്നത് 4th ക്വാർട്ടറിലെ എന്ന് പറയുന്നത് ജനുവരി 2020 മുതൽ മാർച്ച് 2020 വരെയാണ്. ഓക്കെ, ഇത്രയും വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ ഈ കാണുന്ന ക്യാരക്ടേഴ്സ് താഴെ തെറ്റാതെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വ്യൂ ബിൽ ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ അമർത്തുക. ഓക്കെ, ഇതാണ് നമ്മുടെ ബിൽ ഡീറ്റെയിൽസ് എന്നറിയപ്പെടുന്നത്. ഇവിടെ നമ്മുടെ 3 മാസത്തെ ടാക്സ് വിവരങ്ങൾ ട്രഷറികളിൽ നിന്നും അപ്ലോഡ് ചെയ്തതിന്റെ വിവരങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇവിടെ എമൗണ്ട് ബ്ലാങ്ക് ആണ്. ഈ എമൗണ്ടും നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയലുകളിലെ എമൗണ്ടും തമ്മിൽ മാച്ച് ചെയ്ത് വരണം എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ജോലി. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയല് ഇവിടെ ഉണ്ട്. ഇതില് ജനുവരി മാസം എടുക്കും. ആദ്യം ജനുവരി മാസത്തില് STOയുടെ ടാക്സ് വരുന്നത് മൊത്തം 61,100 രൂപയാണ്. ഓക്കെ, അതും എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ടാക്സ് 4,000. അപ്പോൾ 61,100 4,000 കൂട്ടി 65,100 ആണ് നമ്മുടെ കണക്ക് പ്രകാരം ജനുവരി മാസം എൻകാഷ് ചെയ്ത ടാക്സ് എമൗണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ എമൗണ്ട് എന്നുള്ള സ്ഥലത്ത് 65,100 ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയത് കൊണ്ടാണ് അവിടെ കാണുന്നത്. അങ്ങനെ സ്വമേധയാ വരികയൊന്നുമില്ല, നമ്മൾ നേരത്തെ എൻറ്റർ ചെയ്ത് പ്രീഫിൽ ചെയ്ത് വരികയാണ്. ഓക്കെ, 65,100. അതിനുശേഷം ഇവിടെ ടിക്ക് നൽകിക്കൊണ്ട് വെരിഫൈ എമൗണ്ട് എന്ന ബട്ടൺ അമർത്തുക. ഓക്കെ, ഇവിടെ എമൗണ്ട് മാച്ച്ഡ് എന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ മാസത്തെ ഫിഗർ നമ്മുടേതും ട്രഷറിയിലെ വിവരവും തമ്മിൽ മാച്ച് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഫെബ്രുവരി മാസത്തെ നോക്കാം. ഫെബ്രുവരി മാസത്തിൽ STOയുടെ ടാക്സ് വരുന്നത് മൊത്തം നേരത്തെ പോലെ തന്നെ 61,100. അതേപോലെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഇത് വരുന്നത് 4,000. അപ്പോൾ കഴിഞ്ഞ മാസത്തെ അതേ ഫിഗർ തന്നെയാണ് 65,100. അതും നമുക്കൊന്ന് നോക്കാം. 65,100. ഓക്കെ, അതിനുശേഷം ടിക്ക് മാർക്ക് രേഖപ്പെടുത്തി വെരിഫൈ എമൗണ്ട്, അതും എമൗണ്ട് മാച്ച്ഡ് എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത മാസം നോക്കാം. മാർച്ച് ഞാൻ നേരത്തെ പറഞ്ഞു 3 ബില്ലുകൾ ഉണ്ടായിരുന്നു. 2 STO ബില്ലും 1 എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലുമാണ്. അപ്പോ ആദ്യം STO 1 എടുത്തു. അതിലെ ടോട്ടൽ ടാക്സ് വരുന്നത് 71,343 ആണ്. കാൽക്കുലേറ്റർ എടുക്കാം. 71,343 പ്ലസ് അതിനുശേഷം STOയുടെ രണ്ടാമത്തെ ബില്ല്, അതിൽ ഒരാളും മാത്രമാണുള്ളത്, 5,755. ഇനി എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് നോക്കാം. ടാക്സ് ഫെബ്രുവരി, ടാക്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ഫെബ്രുവരി. അതില് ഒരാൾ 12,537 രൂപ അടച്ചിട്ടുണ്ട്. 12,537 രൂപ. ഓക്കെ, അപ്പൊ മൊത്തം ഈ 3 ബില്ലുകളിലും കൂടി 89,635 രൂപ നികുതി അടച്ചിട്ടുണ്ട്.
എവറിത്തിങ് ഈസ് ക്ലിയർ. അപ്പൊ ഈ 3 മാസത്തില് ട്രഷറിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത തുകയും നമ്മുടെ സ്പാർക്ക് പ്രകാരമുള്ള തുകയും വളരെ കൃത്യമാണ്. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇനി ഇത് ഓരോ മാസത്തെ പ്രത്യേകം നോക്കണമെന്നില്ല. എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് എല്ലാം കൂടി അവസാനം നോക്കിയാലും മതി. അപ്പോൾ 3ലും ടിക്ക് മാർക്ക് രേഖപ്പെടുത്തണം. ഓക്കെ. ഇനി ഏതെങ്കിലും മാസത്തേത് മാച്ച് ആകാതെ വരികയാണെങ്കിലാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവലോകനം ചെയ്ത് ഏതെങ്കിലും ബില്ല്, നമ്മൾ കാണപ്പെടാതെ കിടക്കുന്ന ഏതെങ്കിലും ബില്ല് നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ആ മിസ്മാച്ച് വരുന്ന മാസത്തിൽ എൻകാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നവംബർ മാസത്തിൽ ഒരു ബില്ല് നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്നു. അത് ഡിസംബറും കഴിഞ്ഞ് ജനുവരിയിലാണ് എൻകാഷ് ചെയ്തത്. അതിന് ടാക്സ് ഉണ്ട് എങ്കിൽ ഈ ജനുവരിയിൽ ചിലപ്പോൾ മിസ്മാച്ച് വരാം. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമ്മൾ കണക്കാക്കണം. അതുപോലെ ചിലപ്പോൾ മൾട്ടിപ്പിൾ മന്ത് സാലറി എടുത്തിട്ടുണ്ടായിരിക്കും, അത് നമ്മുടെ കണ്ണിൽ പെടാതെ പോകുന്നു. പിന്നെ ചില ആളുകൾ ലീവ് സറണ്ടർ വാങ്ങിക്കുമ്പോൾ അതിന് ടാക്സ് പഠിക്കുന്നു, അത് ഇതിൽ വരാതെ പോകുന്നു. ചില ആളുകൾ അരിയർ ബില്ല് എടുക്കുമ്പോൾ അതിന് ടാക്സ് ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ആദ്യം ഇത് മിസ്മാച്ച് ഒഴിവാക്കുക.